ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ക്ലീനപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഒരാൾ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, റിൻറ്റു എന്ന് പറഞ്ഞ പേര്. ആൾ വന്നിട്ട് എന്നോട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പാർലറെല്ലാം അടച്ചിരിക്കുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ടുള്ള എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലീനപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്നെ എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതിൽ 3 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. അപ്പം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ക്ലെൻസർ ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ വെച്ചിട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. റോ മിൽക്കോ എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. റോ മിൽക്കാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ കുറച്ച് ഞാനൊരു 1-2 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള എടുത്താൽ മതി. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പായിട്ട് കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു കോട്ടൺ മുക്കി ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ദേ പാലും ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു കോട്ടൺ വെച്ച് എടുത്തിട്ട് നമ്മുടെ ഫേസിലുള്ള ഡർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുവാണ്. കാരണം ഇതൊന്നും എടുത്ത് കളയാതെ നമ്മൾ ഫേസ് പാക്കോ എന്തെങ്കിലും കാര്യങ്ങളോ ഫേസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരാനായിട്ട് കാരണമാകും. കാരണം നമ്മൾ എന്ത് കാര്യത്തിനാണോ ഇത് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളെപ്പോഴും ഫേസ് ക്ലീൻ ആക്കിയിട്ട് വേണം എന്ത് കാര്യങ്ങളും ഫേസിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ക്ലീനപ്പിൻ്റെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ്. ഞാനിപ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഞാനതങ്ങ് എടുത്ത് കളയുവാണ്. കാരണം ഫേസ് പാക്കൊക്കെ ഇടാൻ പോകുന്നത് കൊണ്ട്. കഴുത്തിലും കൂടെ എടുത്ത് കളയണേ. ഇങ്ങനെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല റോ മിൽക്കാണ് കേട്ടോ, തിളപ്പിക്കാത്ത പാലാണേ. ഓക്കെ, ഞാനിത് എടുത്തിട്ടുണ്ട്. വെറുതെ ഒരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഇത് സ്വൈപ്പ് ചെയ്തെടുക്കാം. കാരണം നമുക്കിനി ഇത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഇത് ഈ ഒരു കോട്ടൺ വെച്ച് സ്വൈപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. എക്സായിട്ട് ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ ഈ കോട്ടണിലേക്ക് പോകുന്നുള്ളൂ. ഇവിടെ മിററുണ്ട് കേട്ടോ, ഞാനപ്പോൾ അതുകൊണ്ടാണ് അതിൽ നോക്കുന്നത്. ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് രണ്ടാമതായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീം കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ സ്റ്റീം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലാണെങ്കിലും മറ്റേ പുട്ടുകൂടോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണെങ്കിലും സ്റ്റീം ചെയ്യാം. ഞാനിപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള സ്റ്റീമിംഗ് ആണ് കാണിച്ചു തരുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം നമ്മുടെ ഫേസിൽ കൊള്ളാവുന്ന ചൂടുള്ള വെള്ളം എടുത്തേക്കുന്നത് തിളപ്പിച്ചതാണേ. അപ്പം ഇതുപോലൊരു ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂട് ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ ഫേസിൽ വെക്കാവുന്ന അത്രയും ചൂടേ വെക്കാവുള്ളൂ കേട്ടോ. ഞാനിപ്പം ചെയ്തപ്പോൾ ഇച്ചിരി ചൂട് കൂടിപ്പോയതാണ്. എന്നിട്ട് നമുക്കിത് ഫേസിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതേ നമ്മുടെ ക്ലോത്ത് ഇപ്പം അത്യാവശ്യം പിടിക്കാവുന്ന ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ ഫേസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആയി കിട്ടും. സ്റ്റീം ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും നല്ല ബ്രൈറ്റ് ആകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നല്ലതാണ് സ്റ്റീം ചെയ്യുന്നത്. നിങ്ങൾ വീക്കിലി ഒരു 2-3 ടൈംസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് ഡയറക്റ്റ് ആവി തട്ടിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഈ ഒരു മെത്തേഡാണ്. ഇപ്പോൾ തന്നെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാതെ തന്നെ എനിക്ക് നല്ലൊരു ഫ്രഷ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ സ്റ്റീമിംഗ് എന്ന് പറയുന്നത് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് വരെ എങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. എന്നിട്ടൊരു നിങ്ങളൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാക്കൊന്നും ഇട്ടിരിക്കാൻ സമയമില്ലെങ്കിൽ, കാരണം പാക്കൊക്കെ ഇട്ട് ഇപ്പോൾ ഉണങ്ങണമല്ലോ. പക്ഷേ നമ്മുടെ ഫേസ്, നമ്മുടെ സ്കിന്ന്, നമ്മുടെ സൗന്ദര്യം എന്ന് ബോധമുള്ളവർ എങ്ങനെയും സമയം കണ്ടെത്തണം കേട്ടോ. ഓക്കെ, ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ?
നമുക്ക് ഫേസിലേക്ക് ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഇത്രയും ചെയ്തത് എന്തിനു വേണ്ടിയാണ്? നല്ലൊരു ഫേസ് പാക്ക് കൊടുത്ത് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് കണ്ടിട്ട് വരാം. നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത്ര 1/2 ടീസ്പൂണോളം മാത്രം ഗ്രീൻ ടീ പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന്, അതായത് ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ വരെ ആകാം മുൾട്ടാണി മിട്ടി പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവും യൂസ് ചെയ്യാം കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് തൈരാണ് എൻ്റെ ഫേസിന് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് പാൽ യൂസ് ചെയ്തിട്ടും ഫേസിൽ അപ്ലൈ ചെയ്യാവേ. ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള അത്രയും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് ലൂസാകണ്ട, എന്നാൽ അത്യാവശ്യം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഫേസ് പാക്ക് റെഡിയാണ്. ഞാനിപ്പം ബ്രഷ് വെച്ചല്ല, ജസ്റ്റ് കൈ വെച്ചായിരുന്നു കേട്ടോ. നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ച് 2 വിരൽ കൊണ്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഗ്രീൻ ടീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഞാൻ ഒരുപാട് വീഡിയോസ് ഗ്രീൻ ടീ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് ഗ്രീൻ ടീ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചില സമയത്തൊക്കെ ഓയിലി ആകുമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം ഓയിലി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കെഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ പാൽ യൂസ് ചെയ്യാം കേട്ടോ. അതല്ല, ഇനി സെൻസിറ്റീവ് സ്കിന്നാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ള സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റോസ് വാട്ടറോ ഇനി ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പച്ചവെള്ളത്തിൽ പോലും ഇത് മിക്സ് ചെയ്യാം കേട്ടോ. പക്ഷേ ഓരോ ഇൻഗ്രീഡിയൻസും ചേർക്കുമ്പോഴും അതിൻ്റേതായ എഫക്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം പാലും തൈരും ഒക്കെ ആണെങ്കിൽ സെയിം എഫക്റ്റ് തന്നെയാണ്, നിങ്ങൾക്ക് നല്ല ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും. ഇതിന് മുന്നേ ഞാനൊരു 100% വർക്കിംഗ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് പാക്കിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു. ഓട്സും തക്കാളിയും ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ പാക്കാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ഐസ് ക്യൂബ്സ് ആക്കി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് എന്നോട് റിസൾട്ട് പറയണേ. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ ആദ്യമായിട്ടാണ് സ്കിന്നിലേക്ക് എന്തെങ്കിലും നാച്ചുറലായിട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം പിടിക്കും കേട്ടോ. നിങ്ങളുടെ സ്കിൻ അതുമായിട്ടൊന്ന് ഒത്തുവരണ്ടേ. ഇപ്പം ഹോമിയോ മരുന്നൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ചെയ്തുകൊണ്ടിരുന്ന സ്കിന്നുകാർ പെട്ടെന്ന് ഹോമിയോയിലേക്ക് കഴിയുമ്പോൾ പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഫേസിൽ ഈ വൈറ്റനിങ് ക്രീംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെളിയിൽ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് നാച്ചുറലും കൊണ്ട് ചെല്ലുമ്പോൾ പിടിക്കാനൊരു സമയമെടുക്കും. ആ ഒരു സമയം നിങ്ങൾ കൊടുക്കണം കേട്ടോ. അതിനുശേഷമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറഞ്ഞ ഒരു 3 മന്തെങ്കിലും സമയമെടുക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മുടെ സൗന്ദര്യമാണ്, നമ്മുടെ മുഖമാണ്, നമ്മുടെ സ്കിന്നാണെന്നുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ തോന്നും. ആ ഒരു റിസൾട്ടും അവർക്കുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ഫേസ് പാക്കെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15-20 മിനിറ്റ് വയ്ക്കണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഇത് ഞാനപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അലോവേര ജെൽ എന്തെങ്കിലും, ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റർടൈനിങ് ആകുന്ന നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.